ലാൽ സാറിന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സാറ് തന്നെ പറഞ്ഞു അത് കുറേ കാലമായി ഞാൻ അങ്ങനെ ചെയ്തിട്ട്, അതിനി ചെയ്യാം. അത് അതെ, അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം അതിനൊരു സ്പിരിറ്റ് ഉണ്ട്. സോ ആ സ്പിരിറ്റോട് കൂടി ജനങ്ങളത് ഇത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഏക അപേക്ഷ. ഇത് അല്ലാതെ എനിക്ക് വേറെ തരത്തിലൊന്നും ഇതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. താരമായിട്ട് നിങ്ങൾക്ക് ഒരു സീൻ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫഹദും ചാക്കോച്ചനും ഒക്കെ ഇതിൻ്റെ ഒരു റൂട്ട് മുഴുവൻ സ്ക്രിപ്റ്റായിട്ട് തന്നെ കേട്ടതിന് ശേഷം ഇത് നമുക്കോട് പറയാം. ഞാൻ കാണുന്നത് ഫഹദിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണതയിലാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഞാനങ്ങനെ ഭയങ്കര ജനകീയനായ സംവിധാനമാണെന്ന് ചോദിച്ചാൽ അല്ല. ഞാനൊരു കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു വേറെ തരം റൂട്ടിൽ ഓടുന്ന ഒരു പട്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് കണക്റ്റായിട്ടാണ് അദ്ദേഹം എന്നോട് ഇതിൻ്റെ ബാക്കി എല്ലാ സത്യവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനത് ചെയ്യാം, ഞാൻ ചെയ്യുന്നു. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും കൂടുതലായിട്ട് മാറ്റേണ്ട ആവശ്യം. അത് റഹീമാണ്, അത് മോഹൻലാലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പിസ്റ്റൽ ഉണ്ടാവാം എന്നല്ല പറയുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വായ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലിക്ക് അങ്ങ് ചെയ്യുവാണ്. ഇപ്പോൾ സെൻസർ റിവൈസിങ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടതാണ് ദിസ് ഫിലിം ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിജിറ്റലൈസേഷൻ എന്നുള്ളത്. ഇന്ത്യ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയെ പൊതുവേ പറയുന്നതാണ് ഈ നാണക്കേട്, ഷെയിം ഇസ് ഗ്രേറ്റർ ദാൻ ഗിൽട്ട് എന്നാണ്. ഗിൽട്ട് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കുഴപ്പമില്ല. നാണക്കേട് നമുക്ക് താങ്ങാൻ പറ്റണം. വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തി അദ്ദേഹം സർജറിക്ക് വേണ്ടി കയറുകയാണ്. ആദ്യം ചെയ്തത് ഫോൺ മേടിച്ച് ഫോർമാറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം. മഹേഷ് നാരായണനാണ് കൂടെയുള്ളത്. സ്വാഗതം. നമസ്കാരം. ഒരു തിരക്കഥ രൂപപ്പെടുന്നു. തിരക്കഥയിലേക്ക് നമ്മൾ പല ആർട്ടിസ്റ്റുകൾ വരുന്നു. ഇപ്പം ഒരാൾ ഒന്നിൽ കൂടുതൽ മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്യുന്നു. നമ്മൾ ആദ്യമേ ഒരു പക്ഷേ ഇപ്പം മഹേഷ് ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിലൊക്കെ അല്ലെങ്കിൽ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞത് പ്രകാരം തിരക്കഥയിൽ ആദ്യം മമ്മൂക്കയായിരുന്നു, പിന്നീടാണ് ലാലേട്ടൻ്റെയൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മമ്മൂക്കയെ കണ്ട് നമ്മൾ മനസ്സിലെഴുതുന്ന ഒരു കഥാപാത്രം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായക കഥാപാത്രം പിന്നീടായിരിക്കും മമ്മൂക്ക വരുന്നത്. അപ്പം അത് രൂപാന്തരപ്പെടുന്ന അതിൻ്റെ ഒരു സ്വഭാവം, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല മറ്റ് കഥാപാത്രങ്ങളുടെ വരുന്നത്. ഇപ്പം ലാലേട്ടനെ പോലുള്ള ഒരാളൊക്കെ ഈ സിനിമയിലേക്ക് വരുന്നു, പിന്നീട് ചാക്കോച്ചൻ വരുന്നു, ഫഹദ് വരുന്നു. ഈ അന്തിമമായി രൂപപ്പെട്ട ഒരു തിരക്കഥ ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിങ്ങിലേക്കൊക്കെ വന്ന് ഇത്രയും വലുതായി മാറുന്നു, ഇത്ര ആർട്ടിസ്റ്റ് വരുമ്പം ഈ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിക്കലുകൾ വേണ്ടി വന്നിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ഇല്ല. കാരണം തിരക്കഥ മുഴുവനായതിനു ശേഷമാണ് എല്ലായിടത്തോട്ടും പോകുന്നത്, അപ്രോച്ച്. അല്ല, അതിനുശേഷം ഇപ്പം ഇത്രയും ആർട്ടിസ്റ്റുകളും ഇപ്പം ഇപ്പം ആദ്യമേ ലാലേട്ടനല്ല നമുക്ക് മറ്റേതെങ്കിലും ആർട്ടിസ്റ്റിലേക്ക് പോകാമെന്ന് മഹേഷ് പറയുമ്പോൾ മമ്മൂക്കയാണ് ലാലേട്ടൻ്റെ ശേഷം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ലാലേട്ടനെ പോലെ ഒരാൾ ഇന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുക ഏതൊരു സംവിധായകൻ ആദ്യം ആലോചിക്കുന്നു. ഇതേ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കുറച്ചുകൂടി എലമെന്റ്സ് കൂട്ടാം. പക്ഷെ അതിനകത്ത് ആ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ആകെ ഒരു വളരെ ക്രൂഷ്യലായിട്ടൊരു എലമെന്റ് ആ ഒരു കൾമിനേഷൻ പാർട്ടാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാത്തത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അല്ല, വേറെ ഒരു ക്യാരക്ടറിന് ഇല്ല. ഞാൻ ലാൽ സാറിനോട് ഇത് നറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ നിർമ്മാതാവുണ്ട്, ആൻഡ്രൂ ജോസഫ് ഉണ്ട്, ആശീർവാദിൻ്റെ ഓഫീസിൽ തന്നെ ആയിരുന്നു ആന്റണി ചേട്ടനുണ്ട്. അപ്പോൾ ലാൽ സാർ ഇത് ഫുൾ കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എല്ലാം കണക്റ്റ് ആവുന്നു. കാരണം റിലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടും, കാരണം ഇതിനകത്ത് മമ്മൂക്കയുടെ ക്യാരക്ടറിന് ഒരുപാട് ഡിസിഡൻസിൻ്റെ ഷെയ്ഡുണ്ട്. അപ്പോൾ അതിനകത്ത് ജമാൽ ഖഷോഗിയുടെ ഷെയ്ഡുണ്ട്. അപ്പോൾ ലാൽ സാർ ഒത്തിരി വായിക്കുന്ന ആളാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കറണ്ടായിട്ടുള്ള പൊളിറ്റിക്സ് ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ആ ക്യാരക്ടറിൻ്റെ ഇൻസ്പിറേഷൻ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് സാർ. അപ്പം ആ എയർപോർട്ടിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് കിം ജോങ് ഉന്നിൻ്റെ ബ്രദറിന് നടന്ന ഇൻസിഡൻറ്റ് അതും പുള്ളി എന്നോട് പറഞ്ഞു ഇത് ആ ഇൻസിഡൻ്റ് ആണല്ലേ, അത് വളരെ നന്നായി, അത് ക്ലബ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ കെമിക്കലിൻ്റെ പേര് പോലും പുള്ളി പറഞ്ഞു അത് ആലക്സി നവാൽനിയിൽ ഉപയോഗിച്ചതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് കണക്റ്റായിട്ടാണ് അദ്ദേഹം എന്നോട് ഇതിൻ്റെ ബാക്കി എല്ലാ സത്യവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനത് ചെയ്യാം, ഞാൻ ചെയ്യുന്നു. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും കൂടുതലായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമ ആസ് ഓഫ് ഹോളായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് കറക്റ്റാണ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ രണ്ട് സൂപ്പർ സ്റ്റാർ ഒരുമിക്കുമ്പോൾ വരുന്ന ഒരു ഹൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കമൽഹാസൻ, രജനീകാന്ത് അവരുടെ ഒരു ടീസർ ഇറങ്ങിയായിരുന്നു, ഒരു അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയായിരുന്നു. അന്നേരം അതിന് താഴേക്ക് ഒരുപാട് വന്ന ഒരു നമ്മുടെ പേട്രിയോട്ട് കണക്ട് ചെയ്ത് വന്നാണ്
നമ്മളുടെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ഇങ്ങനെ ഒരു പടം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവേശം കൊള്ളാൻ ഒന്നും മഹേഷ് തന്നില്ല എന്ന് പറഞ്ഞൊരു പരാതികൾ വന്നിരുന്നു. അത് ഞാനല്ലല്ലോ സംവിധാനം ചെയ്യേണ്ടത് സത്യമായിട്ട്. ഇപ്പം എൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് വിഭാഗം ഉണ്ടാവുള്ളൂ. അത് ഞാനങ്ങനെ ഭയങ്കര ജനകീയനായ സംവിധാനമാണെന്ന് ചോദിച്ചാൽ അല്ല. ഞാനൊരു കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു വേറെ തരം റൂട്ടിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിലോട്ട് ആളുകൾ കയറുന്ന സമയത്ത് ആ വണ്ടിക്ക് എത്രയാണ് ഹോഴ്സ് പവർ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര കിലോമീറ്ററിൽ സഞ്ചരിക്കും, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ട്രെയിലറും ടീസറും എല്ലാം അതുപോലെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. എന്താണ് സിനിമ? ഇപ്പം ട്രെയിലറിലുള്ള ലാൽ സാറിൻ്റെ ഒരു എൻട്രി ഉണ്ട്, അത് ഏതാണ്ട് മിഡ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് പടത്തിലും വരുന്നത്. സെയിം തന്നെയാണ് പടത്തിൽ വരുന്നത്. ഈ ഇതുപോലൊരു സിനിമ ചെയ്യുന്നു, ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു, ഒരു പക്ഷേ ഇത്രയും കാസ്റ്റിംഗ്, ഇപ്പോൾ സിനിമയ്ക്ക് പല മിക്സഡ് റെസ്പോൺസും വരുന്നു, അല്ലെങ്കിൽ സിനിമ ആൾക്കാർ പല റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും സ്റ്റാർ കാസ്റ്റ് കണ്ടുവന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ അവർ മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ മാറ്റിയെടുത്തിട്ട് അവർ സിനിമയിലേക്കും ഇപ്പം മാലിക്കും ഒക്കെ നമുക്കറിയാം, ടേക്ക് ഓഫ് അറിയാം, ഇപ്പം മുന്നറിയിപ്പ് അറിയാം, ഇതൊക്കെ നമുക്ക് കണ്ടന്റ് ആണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. OTT-ലാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലും കണ്ടാണ്. പക്ഷെ മോഹൻലാൽ മമ്മൂട്ടി എന്നൊരു ഫാക്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഈ മഹേഷ് നാരായണൻ ഡയറക്ടർ അതൊക്കെ മറന്നിട്ട് ബിഗ് എമ്മിന്റെ മൂവി, ഈ ഒരു പ്രതീക്ഷയുടെ അമിതഭാരമാണ് ഈ നെഗറ്റീവ് റിവ്യൂസ് ചിലത് വരുന്നു, മിക്സഡ് റിവ്യൂസിലേക്ക് പോകുന്നു തോന്നുന്നു. ചിലപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ മനസ്സിരുത്തി കാണാനുള്ള ഒരു പേഷ്യൻസ് വേണം. കഥാപാത്രങ്ങളെ നമുക്ക് കുറച്ചുകൂടെ കഥാപാത്രങ്ങളായിട്ട് കാണാൻ ഉള്ള ഇപ്പം ഈ താരങ്ങൾ നമ്മൾ പറയുന്ന ആളുകൾക്ക് അതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ആർക്ക് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ലാൽ സാറ് തന്നെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോള് ഞാൻ ചെയ്തിരിക്കുകയാണ്. കുറേ കാലമായി ഞാനിങ്ങനെ റോള് ചെയ്തിട്ട്. അതിന് അദ്ദേഹം പറയുന്നൊരു റീസൺ ഉണ്ട്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റോള് ചെയ്തിട്ട് കുറച്ച് കാലമായെന്ന് അദ്ദേഹം പറയുന്നതിന് വ്യക്തമായ റീസൺ ഉണ്ട്. അതാണ് അദ്ദേഹവും ഇഷ്ടപ്പെട്ടത്. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ വന്ന് പറയുന്നു, ഇത് കൊള്ളാമല്ലോ, ഞാൻ ഇങ്ങനെ താരമില്ല, താരമായിട്ട് നിങ്ങൾക്ക് ഒരു സീൻ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആ വണ്ടിയിൽ പോകുന്ന ഒരു, അപ്പൊ നമ്മൾ ഓർക്കും ഒരു അടി അല്ലെങ്കിൽ വേറൊരു തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ ഷോട്ട്സ് ഒക്കെ, പക്ഷെ ഇല്ല, അവര് സാധാരണ ആൾക്കാർക്ക് പരിക്ക് പറ്റിയാൽ എങ്ങനാണോ അങ്ങനെ തന്നെയാണ് അതിൽ റിയാക്ഷൻ വന്നിരുന്നത്. എനിക്ക് പുതിയതായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു പക്ഷേ ഈ താരത്തെ കാണാൻ ചെല്ലുന്നവർക്ക് കിട്ടുന്ന ഒരു അനുഭവം. പക്ഷെ എന്നാൽ താരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മൊമെന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ല ഇല്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സിന് വേണ്ട ഹൈ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ ഹൈ ലെവലുകളെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ എനിക്കെപ്പോഴും പടത്തിൻ്റെ പേസ് കുറയരുതെന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ദൈർഘ്യം കൂടിയ പടമാണെങ്കിൽ പോലും പേസ്ഡപ്പ് ആയിട്ടാണ് കഥ പറയേണ്ടതെന്നുള്ള ഒരു ധാരണ ആദ്യമേ ഉണ്ടായിരുന്നു. ആ പേസ് കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡേറ്റ ലീക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോഴും അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഏറ്റവും അപകടകരമായിട്ടൊരു കാര്യമാണെന്ന് പലരും പറയുന്നൊരു കാര്യമാണ്. 2018 ആധാർ ഡേറ്റ 1 ബില്യൺ ലീക്ക് ആയിട്ടുണ്ട്. 2021 എയർ ഇന്ത്യയുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ ലീക്ക് ഒക്കെയാണ്. അതൊക്കെ വലിയ ചർച്ചകളിൽ വന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമ കാണുമ്പം ഒരുപാട് ഹിന്ദി ബോളിവുഡ് സിനിമകളുടെ ഒരു ട്രീറ്റ്മെന്റ് രീതി, അല്ലെങ്കിൽ അവിടെയാണ് കൂടുതലും ഇപ്പോൾ ഒരു റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ചർച്ച ചെയ്യുന്നത്. ആ തരത്തിലുള്ള സീരീസുകളിലൊക്കെയാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ ലീക്ക് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, ഇത് നമ്മളെ പ്രഷർ കണക്റ്റ് ആവും. ഈ ഒരു സ്റ്റോറി വരുന്നത് എന്തെങ്കിലും ഇത് ഈ പറഞ്ഞ 2018 19 20 ഓരോ വർഷവും പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ ആണോ അത് ശരിക്കും? ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ക്രൈം റേറ്റ്സിൽ ഒരുപാട് സൂയിസൈഡ് നടന്നിരിക്കുന്നത് ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ്. അത് പലർക്കും അത് കൃത്യമായിട്ട് അറിയില്ല. അതിന് അവർ പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് കടമക്കുടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആ കടമക്കുടിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഇൻസിഡൻറ്റിനകത്ത് ഒരു നേഴ്സിംഗ് കപ്പിൾ എടുത്ത ഒരു വായ്പ, ഒരു ഓൺലൈൻ വായ്പയുടെ അത് പിന്നീടാണ് അറിയുന്നത്. ആദ്യം അറിയുന്നില്ല ആരും. അത് പതുക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളിതിൻ്റെ പാരൻറ്റ് കമ്പനീസൊക്കെ തപ്പി പോകുന്ന സമയത്ത് ഇതൊക്കെ ഏതോ ഒരു പ്രൈവറ്റ് കമ്പനി എവിടെയോ ഇരുന്ന് നമ്മളുടെ ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വായ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലിക്ക് അങ്ങ് ചെയ്യുവാണ്. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു ലൈനുണ്ട്, ഫോൺ ഇസ് കോംപ്രമൈസ്ഡ്. എന്താണ് കോംപ്രമൈസ്ഡ് ആവുന്നതെന്നുള്ളത്? ലൈഫാണ് കോംപ്രമൈസ്ഡ്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പം ഇത് പലപ്പോഴും ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പം ഇതിനകത്ത് പെരിസ്കോപ്പ് എന്ന് പറയുന്ന വിഷയം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ ബിക്കോസ് ഐ ഡോണ്ട് നീഡ് ടു മെൻഷൻ ഇറ്റ് അഗെയിൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ക്ലാസിഫൈഡ് തിങ് വിച്ച് ഞാനത് ഫിക്ഷണലായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പം ഇതിനെക്കുറിച്ച് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ഫോണിലും ഈ പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
ഇതിനകത്ത് പറയുന്ന ഒരു 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 പെർട്ടിക്കുലർ വിഷയത്തിൻ്റെ മെസ്സേജ് നിങ്ങളുടെ ഫോണിലും വന്നിട്ടുണ്ട്. ആ മെസ്സേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് എപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴല്ല അറിയാൻ പോകുന്നത്, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനെ കാണുന്നത് കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞാൽ 2040 ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് നമുക്ക് അന്ന് മനസ്സിലാവും. അപ്പം ഇതിനെ നമ്മൾ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് വേണമല്ലോ. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സാധാരണക്കാരനെ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ആളല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൽപ്പറ്റ പോലത്തെ ഒരു സ്ഥലത്ത് ഡെയിലി 60-ന് മുകളിലാണ് ഇത്തരം കേസുകൾ. അപ്പോൾ അവിടുത്തെ ഒരു സൈബർ പോലീസിലെ ഒരു CI എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല, ഞങ്ങൾക്ക് ആകെ സൊല്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടാൻ പറയും ഇവരെടുത്ത്. അവരുടെ പോലീസിൻ്റെ തന്നെ ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ട് പറയും എൻ്റെ ഫോൺ ഇങ്ങനെ മറ്റൊരാൾ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഫോണിൽ നിന്ന് വരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ തുറക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടാനാണ് പറയുന്നത്. ഞാൻ ഒരുപാട് എൻ്റെ സ്റ്റാറ്റസുകളിൽ പലരും ഇടുന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും റിലേറ്റബിളാണ്. ഈ പലപ്പോഴും പലരും ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട്, നമുക്ക് ഒരു ക്യാമറയൊന്നും ആക്സസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലാത്ത ഒരു ആപ്പിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ക്യാമറ ആക്സസ് കൊടുക്കണം, നമ്മളുടെ ഡേറ്റാസ് ആക്സസ് കൊടുക്കണം, ഗാലറിയിലേക്ക് ആക്സസ് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഓക്കെ അടിച്ചിട്ടാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. ഇതിലൊക്കെ ഒരു അപകടം കുറച്ചുകൂടി തുറന്നു കാട്ടുകയാണല്ലേ? തീർച്ചയായിട്ടും. ഈ ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് കൊടുത്ത സൗജന്യ ലാപ്ടോപ്പിനകത്തുനിന്നാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ സാങ്കല്പികമായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നു എന്നാവാം. പക്ഷെ ശരിക്കും ഗവൺമെന്റ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ മുൻകൈ എടുത്ത് ഒരുപാട് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഈ അവർക്കൊരു ഉൾഭയം വരുത്തുന്ന ഒരു കാര്യമാണല്ലേ? അല്ല, നമ്മൾ കുറച്ചുകൂടെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണമല്ലോ. ഇപ്പം നമ്മൾ ഒരു അച്ഛൻ ഒരു കുട്ടിക്ക് ഒരു ഫോൺ മേടിച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഓൺലൈൻ, അത് കോവിഡിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസം കൂടുതലായതിനു ശേഷം എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ടാബ്ലറ്റും മറ്റു കാര്യങ്ങളും ലാപ്ടോപ്പുകളും എല്ലാം വളരെ, അപ്പം നമ്മളിതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വേണം. കാരണം നമുക്കിപ്പോഴും ഇന്ത്യയാണ് ഈ അടുത്ത നമ്മളുടെ ചുറ്റുമുള്ള നെയ്ബറിങ് കൺട്രീസിനകത്ത് ഇത്രയും കൂടുതൽ ഇൻ്റർനെറ്റ് ചീപ്പറായിട്ട് കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം അതിനകത്തും വെറുതെ കൊടുക്കില്ല, അതിനൊരു ലക്ഷ്യമുണ്ട്. കാരണം ബേസിക്കലി ഇത് ഒന്നും ഫ്രീ അല്ല. ബേസിക്കലി പ്രോഡക്റ്റ് നമ്മളുടെ ഫോൺ നമ്മളുടെ പ്രോഡക്റ്റായിട്ട് നമ്മളാണ് കാണുന്നത്. ആക്ച്വലി നമ്മളാണ് ഫോണിൻ്റെ പ്രോഡക്റ്റ്. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇത് കുറച്ച് സമയമെടുക്കും ഇത് മനസ്സിലാവണമെങ്കിൽ. കാരണം അത് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പഠനത്തിൻ്റെ നമ്മളെല്ലാവരും പഠന വസ്തുക്കളാണ്. ഈ പഠനം ഏത് തരത്തിലാണ് പോകുന്നതെന്നുള്ളതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ചിലർ മരിക്കുന്നുണ്ട്. ഈ മരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണം എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഹാമിംഗ് ആണ്, സൂയിസൈഡാണ് നടക്കുന്നത്. ഈ സൂയിസൈഡ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? നാണക്കേട് കൊണ്ടാണ്. അപ്പോൾ ഈ നാണക്കേടിനെ ചൂഷണം ചെയ്യാൻ ഒരു വലിയ വിഭാഗം നിൽക്കുകയാണ്. അതിപ്പോൾ കോർപ്പറേറ്റ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും നമ്മളുടെ ചുറ്റുമുള്ള ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു സിനിമയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു തോട്ടിൽ തന്നെ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ഈ കോന്നിയിലെ 3 കുട്ടികളുടെ ഒരു പല ന്യൂസുകാരും ഫോളോ ചെയ്താണ്. പലർക്കും അറിയില്ല ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. അവരുപയോഗിച്ചിരുന്നൊരു ടാബ്ലറ്റ് ഒരു സ്ഥലത്ത് സർവീസ് ചെയ്തിരുന്നു ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക്. അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും പല രീതിയിലും അലാമിംഗ് ആയിട്ടുള്ള നോയ്സുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് കണ്ണടയ്ക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. കാരണം നമ്മൾ ആ അടുത്ത വാർത്ത നമ്മൾ അതിൽ തന്നെ സ്ക്രോൾ ചെയ്യണം. സത്യമല്ലേ? ശരിയാണ്. ഇതിൽ നമുക്ക് ഒരു വ്ളോഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഉപദേശം പോലെ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം അതിൽ പല കാര്യങ്ങളും നമ്മളിൽ പലരും സംസാരിച്ചിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാഗിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോണിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. 5 മിനിറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുമ്പോൾ ഫീഡിൽ ഈ സാധനം രണ്ടും വരും. നമ്മൾ തമാശക്ക് പറയുന്നത് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അതിന് ഇത്രയും വലിയൊരു ഡേഞ്ചർ സാധനം ഒരു പക്ഷേ ഈ സിനിമ കാണുന്നവർക്കായിരിക്കും ഒരു പക്ഷേ ഇത് മനസ്സിലാവുക എന്ന് പറയുന്നത്. അല്ല, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ പ്രോഡക്റ്റുകൾക്ക് അകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ പറയുന്ന മൈക്രോഫോൺ ആയാലും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മറ്റുള്ള തരത്തിലുള്ള ട്രാൻസ്മിറ്റേഴ്സ് ആയാലും ഒക്കെ സേഫറാണെന്ന് നമ്മളാണ് കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ ഏത് തരത്തിലാണ് സ്പ്രെഡ് ആവുന്നതെന്നുള്ളതിനെക്കുറിച്ച് പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു നമ്മൾ സംസാരിക്കുന്ന മലയാളമല്ലേ. ഇന്ന് മലയാളം പല അൽഗോരിതത്തിനും മലയാളം മനസ്സിലാവുന്നുണ്ട്, വ്യക്തമായിട്ട് മലയാളം മനസ്സിലാവുന്നുണ്ട്. സ്ലാങ് തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തിരുവനന്തപുരം മലയാളം എന്താണെന്നും കോഴിക്കോട് മലയാളം എന്താണെന്ന് പോലും മനസ്സിലാവുന്നുണ്ട്. പിന്നെന്താണ് അത്രയും ടെക്നോളജി
വളർന്നു. ഇതിൻ്റെ ഒരു റെഫറൻസ് റിസർച്ച് ഒക്കെ എത്ര നാളെടുത്തു? ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് ഫൈനൽ എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആക്കാൻ എത്ര നാൾ വേണ്ടി വരും? ഇത് കുറച്ച് സമയമെടുത്ത സ്ക്രിപ്റ്റാണ്. കാരണം ഇതൊരു ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ ഇതിനകത്ത് ഒത്തിരി റെഫറൻസുകൾ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പല ഡിസിഡൻസിൻ്റെയും, ഇപ്പോൾ ട്രെയിലറിൽ വച്ചിരുന്നൊരു വാക്കുണ്ട്, ഈ ഇൻസ്പയർഡ് ഫ്രം ലൈഫ്സ് ഓഫ് ഡിസിഡൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇപ്പം സെൻസർ റിവൈസിങ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടതാണ് ദിസ് ഫിലിം ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിജിറ്റലൈസേഷൻ എന്നുള്ളത്. ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ അവരോട് പറഞ്ഞത്, അൾട്ടിമേറ്റ്ലി ഇത് അഗെയിൻസ്റ്റ് അല്ല, പക്ഷേ ഇതിനെ എന്ത് തരത്തിലാണ് മിസ്യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെയും കൂടെയാണ്. അതിനകത്ത് റിസർച്ചിൻ്റെ സമയത്ത് എപ്പോഴും ഞാൻ കാണുന്നത്, എപ്പോഴും മടിപ്പിക്കാതെ കഥ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനൊരു വേറെ തരത്തിലൊരു ഡോക്യുമെൻ്ററി പോലെ എന്തെങ്കിലും ചെയ്താൽ പോരെ, അങ്ങനെ പറ്റത്തില്ലല്ലോ. ക്യാരക്ടേഴ്സിനകത്ത് മടുപ്പിക്കാതെ നമുക്കൊരു വിഷയം പറയുക. അതിനകത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ ഡാനിയലിൻ്റെ ക്യാരക്ടർ ഒരു സയൻറ്റിഫിക് അഡ്വൈസർ ആയിട്ടൊരു വ്യക്തി, അദ്ദേഹം ലൈസൻസ് ചെയ്തൊരു പ്രോഗ്രാം, രാജ്യത്തിന് വേണ്ടി ലൈസൻസ് ചെയ്തൊരു പ്രോഗ്രാം, അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുകയാണ്, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന ഒരു മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ, ആ ചോക്ലേറ്റ് ഹാംഫുൾ ആണെന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം തൊട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ആ കുട്ടി, നിങ്ങളുടെ കുട്ടി, അത് നിങ്ങളുടെ കുട്ടി ഷെയർ ചെയ്ത കുട്ടികൾ എല്ലാവരും അതിൻ്റെ വിക്ടിംസ് അല്ലേ? അതുപോലെ ഒരു രാജ്യത്തിന് വേണ്ടി മുഴുവൻ മേടിച്ചൊരു വ്യക്തിക്ക് എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഡിലേമ? എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുന്നത്? അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഈ സിനിമ കണ്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ടോപ്പ് റിവ്യൂവേഴ്സിൽ നിന്ന് വരുന്ന റിവ്യൂസ് ഒക്കെ നോക്കണം. അതിനകത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പം ലാലേട്ടൻ്റെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഈ ആവർത്തന വ്യവസ്ഥത വരുന്ന രീതിയിലാണ് ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു വില്ലൻ കഥാപാത്രങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പലതും നമ്മൾ കണ്ട് മറന്ന, അതേപോലെ അങ്ങനെ ഒരുപാട് പേരെ എഴുതി കണ്ടു. വായിച്ചിരുന്നു. ഞാൻ കാണുന്നത് ഫഹദിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണതയിലാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒത്തിരി പ്രോബ്ലമാറ്റിക് ചൈൽഡ്ഹുഡ് ഉള്ളൊരു മനുഷ്യനായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം അതൊരു ഒരു പ്രോപ്പർ വില്ലൻ അല്ല. അയാൾക്കൊരു വില്ലൻ ആകാനുള്ളൊരു റീസണുണ്ട്, സിറ്റുവേഷനുണ്ട്, കൃത്യമായൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതിനകത്തൂടെ പോയിരിക്കുന്നൊരു വ്യക്തിക്ക് മറ്റേതോ തരത്തിലുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരാളെ വേറെ തരത്തിലുള്ള സാഹചര്യം കൊണ്ട് ആ സമ്മർദ്ദത്തിലാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ആ സമയത്ത് അയാളുടെ കൂടെ നിന്നൊരു വ്യക്തി, അടുത്തൊരു സുഹൃത്ത്, പുള്ളി ഒരു കമ്പനിയായിട്ട് തുടങ്ങിയ സമയത്ത് ആ കമ്പനിയുടെ കൂടെ വരികയാണ്. അപ്പോൾ അതെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന് ഡൈനാമിക്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസിൻ്റെ അകത്ത് നമുക്ക് ഒരു അളവുകോൽ വെക്കാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സംഭവത്ത് നമ്മളൊരു സിനിമയായിട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് അതിനെ പെർഫോം ചെയ്യുന്നത്. അയാൾ എന്താണോ അയാൾക്ക് മനസ്സിൽ അതിനെ ചിലപ്പം ഇനി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിലകത്ത് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ ഡിഫക്റ്റ് ആയിരിക്കും. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഡിഫക്റ്റായിട്ട് ഞാൻ കാണുന്നില്ല. മനസ്സിലായി. ഈ കഥ വരുന്ന, അല്ലെങ്കിൽ ഈ കഥ ഒരു ആർട്ടിസ്റ്റ് പറയുന്ന സമയത്ത് ഇത് പ്രസൻറ്റ് ചെയ്തൊരു രീതി, നമുക്ക് കഥ ഒന്നുകൂടി റിവേഴ്സ് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ഈ കഥയെ നമുക്ക് പറയാം. ഒന്ന്, ഇപ്പം മമ്മൂക്കയുടെ കഥാപാത്രം ഡാനി, അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആ ഒരു മോഡിൽ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇപ്പോൾ ഒരു നാവികസേന അല്ലെങ്കിൽ ഒരേ എയർവേസിൽ വർക്ക് ചെയ്തിരുന്ന 4 ആളുകൾ, ഈ 4 പേരും സാഹചര്യത്തിൽ കൊണ്ട് 4 വശത്തേക്കായി പോയി, അവരിലൂടെ ഇടയിൽ നടക്കുന്ന ഒരു കഥ എന്ന് പറയാം. ഏത് രീതിയിലാണ് ഈ കഥ കൺസീവ് ചെയ്തിരുന്നത്? ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങളിപ്പോൾ ഈ കാണുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ കാണുന്ന അവസ്ഥയ്ക്കകത്ത് ഒരു വിമത ശബ്ദം ഉണ്ടാവുന്നൊരു വ്യക്തിക്ക് സംഭവിക്കുന്നൊരു ബാക്ക് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങുന്ന ട്രിഗറാണ്. ആ ട്രിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതി ചേച്ചി അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ട്രിഗറാണ്. അതൊരു ബാറ്റനാണ്. ആ ബാറ്റൺ തീർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ കുട്ടിയാണ്. പലരും പറഞ്ഞു ഇതിനെ നമുക്കൊരു ഏലിയൻ ലൈഫിലാണോ ഇത് പറയുന്നത്, പലർക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ, ഡൽഹിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പറയുന്നൊരു കഥയ്ക്കകത്ത്. പക്ഷേ അവസാനം നമുക്കിതിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടായിരിക്കുന്നത് ഒരു സ്കൂൾ കുട്ടിയിലൂടെയാണ്. കൾമിനേഷൻ ഉണ്ടായിരിക്കുന്നത് അവർക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്നൊരു, നമുക്ക് ഇന്ത്യയെ പൊതുവേ പറയുന്നതാണ് ഈ നാണക്കേട്, ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ ഗിൽട്ട് എന്നാണ്. ഗിൽട്ട് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കുഴപ്പമില്ല. നാണക്കേട് നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ ഷ്രെഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനി, ഒരു 16 വയസ്സുള്ള വിദ്യാർത്ഥിനി ഇതിനെ ഷ്രെഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അത് വലിയ ഡിസിഷനാണ്. ആ ഒരു ഡിസിഷനിലേക്കാണ് ഈ കഥയെ കൂട്ടിക്കെട്ടുന്നത്. അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉണ്ടാകേണ്ട അവസ്ഥകൾ അവർക്ക്, അപ്പം ഇതിനകത്തെല്ലാം ഇപ്പം റഹീമിനെ പോലും, കേണൽ റഹീമിനെ പോലും ഒരു മാർട്ടർഡമിലേക്ക് എത്തുന്നത് പല തരത്തിലാണ് എത്തുന്നത്. അതൊരു വാർഫീൽഡ് തന്നെയാണ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇറ്റ്സ് ബേസിക്കലി സേവിങ് എ പേഴ്സൺ ഹു ഹാസ് ടു ബി എ വോയിസ്.
ശബ്ദമാവേണ്ട ഒരാളെ രക്ഷിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റഹീമിന്റെ ക്യാരക്ടർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ആവശ്യകത എന്തായിരുന്നു ശരിക്കും? ആ കഥാപാത്രത്തിനെ നമ്മൾ ആ കഥാപാത്രവും ഇതുപോലെ ഒരു വലിയ ബാഗേജ് പേറുന്നൊരു മനുഷ്യനാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. കാരണം ഒരു അതിനകത്ത് പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. മറാഠ റെജിമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത്, നാഗ ഇൻസർജൻസി ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്തൊരു വ്യക്തമായിട്ട് പുള്ളിക്ക് എന്തുകൊണ്ടാണ് സർക്കാർ ഒരു പിസ്റ്റൾ കൊടുത്തിരിക്കുന്നത് പോലും പറയുന്നുണ്ട്. അല്ലാതെ ചുമ്മാ നമ്മൾ അത് റഹീമാണ്, അത് മോഹൻലാലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പിസ്റ്റൾ ഉണ്ടാവാം എന്നല്ല പറയുന്നത്. അതിനൊരു കാരണമുണ്ട്, കാര്യകാരണങ്ങളുണ്ട് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ്. ഇതിനെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 വേദന പുള്ളിക്കുണ്ട്. ഞാൻ കാരണം സംഭവിച്ചു പോയൊരു സംഭവത്തിനകത്ത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മരണപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് എവിടെയോ ഇപ്പോൾ ഏതൊരു പട്ടാളക്കാരനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു രീതിയിലും രാജ്യത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ മാർട്ടേർഡം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, അഭിമാനകരമായിട്ടൊരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. അദ്ദേഹത്തിനും റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീമിൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇതുപോലെ തന്നെയാണ്. റഹീം റഹീമിനും ഒരു ഇൻസ്പിറേഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിൽ വന്നിരിക്കുന്ന ചെയ്തികളിലും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ചാക്കോച്ചൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ദർശന അവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം വളരെ നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നുകയും പിന്നീട് വരുമ്പോൾ അതിന് മറ്റൊരു വേർഷൻ ഉണ്ട്. അപ്പം അന്നേരം നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അത് ഒരുപക്ഷെ മലയാളികളുടെ സ്ഥിരമായി കണ്ടു വളർന്ന ഒരു സദാചാരത്തിന്റെ പ്രശ്നമായിരിക്കാം. അത് ആരെങ്കിലും പരാമർശിച്ചിരുന്നു? അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല, മറ്റേത് കുറച്ചുകൂടെ കണക്ഷൻ കിട്ടിയേനെ, നമുക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലി കണക്ട് ആയേനെ. എനിക്കത് അങ്ങനെ നോക്കിയാൽ ഡാനിയലിൻ്റെ ലൈഫിനകത്തും അങ്ങനെയുണ്ട്. അത് എനിക്ക് ഡാനിയലും മൈക്കിളും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരാൾ കുറച്ചുകൂടെ ലിബറേറ്റഡ് ആവാൻ പോകുന്നൊരു വ്യക്തി എന്നുള്ള ലെവലിലാണ് ഞാനതിനെ കണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാനിയലിൻ്റെ ലൈഫിലേക്ക് മൈക്കിൾ എത്തുന്നത് പോലും മൈക്കിളിൻ്റെ ഒരു പാർട്ട്ണറായിരുന്ന അല്ലെങ്കിൽ അയാൾക്ക് റിലേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് ലൈഫ് കാണുന്നത്. സോ നമ്മൾ വെറുതെ ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്, ഇപ്പം ഒരു ഫോണിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാം കിട്ടും. അപ്പോൾ സ്വഭാവം എന്താണ്, എന്ത് തരത്തിലാണ്, എന്തൊക്കെ ഏത് രീതിയിലാണ് ഇവൻ ചിന്തിക്കാൻ സാധ്യതയുള്ളത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു വ്യക്ി അദ്ദേഹം സർജറിക്ക് വേണ്ടി കയറുകയാണ്. ആദ്യം ചെയ്തത് ഫോൺ മേടിച്ച് ഫോർമാറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്തെങ്കിലും പറ്റിയാലും സ്വഭാവം മാത്രമല്ല പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂക്ക പോലും പറയുന്നത് ഇത് ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ആ ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ നമുക്ക് വെറുതെ പറയാനേ പറ്റത്തുള്ളൂ. ആരെങ്കിലും തപ്പിയാൽ അതൊക്കെ ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ റിക്കവർ ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഈ ഇനിയൊരു ചിത്രം മഹേഷ് ചെയ്യുമ്പം അതും ഫസ്റ്റ് തിരക്കഥ, എല്ലാ സിനിമകളും തിരക്കഥ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ആർട്ടിസ്റ്റിലേക്ക് എത്തുന്നത്. അത്രേ ഉള്ളൂ, നിർബന്ധമാണ്. ശരിക്കും അതാണോ എളുപ്പം? എളുപ്പമല്ല. അത് എളുപ്പമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഞാനൊരാളെയും കണ്ടെഴുതുന്നില്ല, ഇന്നയാളെ കണ്ടെഴുതുന്നില്ല. ഒരു ഡ്രാഫ്റ്റ്, ആ ഡ്രാഫ്റ്റിൽ നിന്ന് പിന്നീട് ഡ്രാഫ്റ്റുകൾ മാറുന്നുണ്ട്. പക്ഷേ ആ ഡ്രാഫ്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയി കഴിഞ്ഞ സമയത്ത്, ഇപ്പോൾ ഈ പർട്ടിക്കുലർ കഥയെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രാഫ്റ്റ് തീർന്നതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇതിനകത്ത് തന്നെ അഭിനയിച്ചിരിക്കുന്ന ഫഹദും ചാക്കോച്ചനും ഒക്കെ ഇതിൻ്റെ ഒരു റൂട്ട് മുഴുവൻ സ്ക്രിപ്റ്റായിട്ട് തന്നെ കേട്ടതിന് ശേഷം ഇത് മമ്മൂക്കയോട് പറയാം. അവർ കേട്ടെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നുള്ള ലെവലിൽ കേൾക്കുകയാണല്ലോ. സുഹൃത്തുക്കൾ എന്നുള്ള ലെവലിൽ അവർ കേൾക്കുകയാണ്. ഇതിൻ്റെ ഞാനൊരു കഥ നമുക്കൊരു സ്ക്രിപ്റ്റ് ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടിട്ട് ഇത് മമ്മൂക്ക കറക്റ്റാണ് എന്ന് പറയുന്ന നമുക്ക് ഉള്ളിലുമുണ്ട്, മമ്മൂക്കയുണ്ട്. പക്ഷേ നമുക്ക് മമ്മൂക്കയുടെ അടുത്ത് പറയുമ്പം ചുമ്മാ ഒരു കഥ പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ തന്നെ ചോദിച്ച പല ചോദ്യങ്ങളും ഉണ്ട്, എൻ്റെ തന്നെ കൺഫ്യൂഷൻസ് വന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഈ സിനിമയിൽ ഒരു സ്പൂൺ ഫീഡിങ് പർപ്പസ്ഫുള്ളി ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് പണ്ടത്തെ മലയാള സിനിമയുടെ രീതിയായിരുന്നു പലതും സ്പൂൺ ഫീഡ് ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന പലരും ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻസ് വരികയോ അല്ലെങ്കിൽ ആ റിവ്യൂസിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കുറച്ചുകൂടി സ്പൂൺ ഫീഡിങ് വേണ്ടിയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളി ഓഡിയൻസ് മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു ചിന്ത തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മളായിട്ടൊരു പുതിയ കാരണം മലയാളം ഒരുപാട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് ഈ പറഞ്ഞ ആളുകൾക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥത ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന അവർ കാണുന്ന ഒരു ബിഗ് ഗംസിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമാണ്. അവർ തന്നെ പറഞ്ഞു, അവർ തന്നെ രണ്ടുപേരും മാറി മാറി പറഞ്ഞു, ഇത് ഞങ്ങൾ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്, അല്ലാതെ ഞങ്ങൾ താരങ്ങളുടെ ബാഗേജിൽ വന്ന് അഭിനയിച്ച സിനിമയല്ല. അതുകൊണ്ടാണ്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഹീമിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഞാൻ ലാൽ സാറിനോട് പറയുന്ന സമയത്ത് ലാൽ സാറിന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സാറ് തന്നെ പറഞ്ഞു അത് കുറേ കാലമായി ഞാൻ അങ്ങനെ ചെയ്തിട്ട്, അതിനി ചെയ്യാം. അത് ആവേശത്തോട് ചെയ്ത് അതെ, അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം അതിനൊരു സ്പിരിറ്റ് ഉണ്ട്. സോ ആ സ്പിരിറ്റോട് കൂടി ജനങ്ങളത് ഇത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഏക അപേക്ഷ. ഇത് അല്ലാതെ എനിക്ക് വേറെ തരത്തിലൊന്നും ഇതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ അത് സംഭവിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം റിലീസിന് മുന്നേ ഞാൻ കണ്ടു തീർത്താണ് നമ്മുടെ ലെജൻഡ്സ് ഹാങ് ഔട്ട് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ്, അതിലേക്ക് നമ്മളുടെ പ്രകാശ് വർമ്മ അദ്ദേഹത്തിനെ കൊണ്ടുവരും, ആ ഒരു ഐഡിയ ആരുടെയായിരുന്നു? അത് ആക്ച്വലി ഞങ്ങൾ മമ്മൂക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹാങ് ഔട്ട് ചെയ്യാം, അപ്പോൾ ആരെ പ്രസൻറ്റ് ചെയ്യാം എന്ന് ചോദിക്കുമ്പം പ്രകാശേട്ടൻ, ഞാൻ ചുമ്മാ സംസാരിച്ച് പ്രകാശേട്ടൻ പടം കണ്ടായിരുന്നു. പടം അല്ലാത്ത രീതിയിലുള്ള ഒരു കുറച്ച് പ്രകാശേട്ടൻ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് ഞങ്ങൾ താരങ്ങളായിട്ടല്ല അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ നമ്മളൊക്കെ അതിൽ നിന്നൊക്കെ മാറിയില്ലേ, ഇനിയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ മാറി കഥാപാത്രങ്ങളായിട്ടൊക്കെ ഇവരെ കണ്ടു തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കൺഫ്യൂഷൻസ് എല്ലാം മാറി ആ ഒരു രീതിയിൽ തന്നെ സിനിമ വലിയൊരു സക്സസ്ഫുൾ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.